നമസ്കാരം, ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിനെ ഒരു വോക്കി ടോക്കി ആയിട്ട് മാറ്റുക എന്നുള്ളത്. ഒരു വയർലെസ് വോക്കി ടോക്കി ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനെ മാറ്റുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് രണ്ട് ഫോൺ ആവശ്യമാണ്. രണ്ട് ഫോണിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ബ്ലൂടൂത്ത് ടോക്കി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും ഒരു ഇൻ്റർഫേസ് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് ഫോണിലും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിടുക. രണ്ട് ഫോണിലും ഞാനിപ്പോൾ എൻ്റെ സോണിയുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിലും ഒരു മെസ്സേജ് വരും, എസ് കൊടുക്കുക. അതിനുശേഷം ടേണിങ് ഓൺ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്ലൂടൂത്ത് ഡിസ്കവറബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം കണക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്കവിടെ താഴെയായിട്ട് കാണാൻ പറ്റും. അവിടെ ഏതെങ്കിലും നിങ്ങൾക്ക് ഏത് ഡിവൈസിൽ നിന്നാണോ കണക്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഡിവൈസ് എടുത്തിട്ട് കണക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സെർച്ച് ഫോർ ഡിവൈസ് കൊടുത്തതിന് ശേഷം കണക്റ്റ് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ സോണിയിലെ ഈ ഫോണിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തു, കണക്റ്റ് എന്ന് കൊടുത്തു. ആ സമയത്ത് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്, കണക്റ്റഡ് ആയെന്ന് കാണിക്കുന്നു. ഇനി നിങ്ങൾ ഓഫ് എന്ന് കൊടുത്തേക്കുന്ന ആ ബട്ടൺ ഒന്ന് ഓണാക്കുക. അത്രയാണ് വേണ്ടത്. അപ്പോഴത്തേക്കും നമ്മൾ പറയുന്ന വോയിസ് രണ്ട് ഫോണിലായിട്ട് കേൾക്കാനായിട്ട് പറ്റും. ട്രാൻസ്മിറ്ററും റിസീവറും അതിനകത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. കണക്റ്റഡ് ടു Xperia C3, കണക്റ്റഡ് ടു J7 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനെ, ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിനെ വോക്കി ടോക്കി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ പെയറിങ് അല്ലെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ ഡിസ്റ്റൻസ് പോലെ ഇതിൻ്റെ വോയിസ് ഇരിക്കും. ബ്ലൂടൂത്ത് ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ബഫറിങ് ആയിരിക്കും, കേൾക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പോൾ നോട്ടിഫൈ ചെയ്തായിരിക്കും.